വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിന്റെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം അഥവാ ക്രിസ്മസ് എക്സാമിന്റെ 2024-25 കഴിഞ്ഞ വർഷത്തെ അടിസ്ഥാന പാഠാവലിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. റെഡിയല്ലേ? അപ്പോൾ അടിസ്ഥാന പാഠാവലിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. 2 മണിക്കൂറാണ് പരീക്ഷ എഴുതാനുള്ള സമയം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനം ആണ്. നമുക്കറിയാം മലയാളത്തിലൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് അല്ലേ. മധുരക്കിഴങ്ങിന്റെ രുചി എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇപ്പോൾ വീഴുമെന്ന തോന്നുന്ന ഓലപ്പുരയും 5 സെന്റ് മണ്ണും മാത്രം. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു. പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു. ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി. കുറച്ചു ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു. അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു. തലമുടി തോർത്തിക്കൊടുത്തു. മഴ പെയ്തപ്പോൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. ഇടിവെട്ടിയാൽ കൂണുകൾ മുളക്കുമെന്ന് ചോയിച്ചി പറഞ്ഞു കൊടുത്തിരുന്നു. കൂണുകൾ മുളച്ചാൽ പിറ്റേന്നു കാലത്ത് അതൊക്കെ നുള്ളിയെടുത്തു കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ. സന്തോഷ് ഏച്ചിക്കാനം എഴുതിയതാണ് ഇത്. ഓക്കെ, ഇനി ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം, അതിൻ്റെ ഉത്തരവും നമുക്ക് നോക്കാം അല്ലേ. ചോദ്യം, ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു. ചുറ്റുപാട് ദുർഗന്ധമുള്ളതുകൊണ്ട് മൂക്കുപൊത്തി. സ്വയം നാണം വന്നതുകൊണ്ട് മൂക്കിൽ വിരൽ വെച്ചു. ഗ്രാമത്തിലെ ആചാരത്തിന്റെ ഭാഗമായി മൂക്കിൽ തൊട്ടു. ഏതാണ്? കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു എന്നുള്ള ആണ് ശരിയായിട്ടുള്ളത്. 2, കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ജീവിതാവസ്ഥ എന്ത്? സന്തോഷം, ദാരിദ്ര്യം, പരിഹാസം, നിസ്സംഗത. ഏതാണ്? ദാരിദ്ര്യമാണല്ലേ. ഇനി 3, സുജിത്ത് എപ്പോഴാണ് തൻ്റെ പുതപ്പ് അനുജത്തിക്ക് നൽകിയത്? തണുത്ത വെള്ളത്തിലിരുത്തിയപ്പോൾ, അയൽക്കാർ മറന്നപ്പോൾ, മഴ പെയ്തപ്പോൾ, കഴിക്കാൻ പോയപ്പോൾ. എപ്പോഴാണ്? മഴ പെയ്തപ്പോഴാണ് അല്ലേ, തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. 4, ഇടിവെട്ടിയപ്പോൾ സുജിത്ത് സന്തോഷിച്ചത് അയൽക്കാരെ ഓർത്ത്, അമ്മൂമ്മയെ ഓർത്ത്, കൂണുകൾ മുളക്കുന്നതിനാൽ, വെള്ളം തണുക്കുന്നതിനാൽ. എന്താണ്? കൂണുകൾ മുളക്കുന്നത് കൊണ്ടാണല്ലേ, അത് പുഴുങ്ങി കഴിക്കാമെന്നാണ് സുജിത്ത് അപ്പോൾ ഓർക്കുന്നത്. 5, 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി. എപ്പോൾ? ഓലപ്പുര ചോർന്നപ്പോൾ, ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ലെന്നറിഞ്ഞപ്പോൾ, തോട്ടിൽ വെള്ളം കയറിയപ്പോൾ, ശക്തമായ മഴ വന്നപ്പോൾ. എപ്പോഴാണ്? ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ലെന്ന് അറിഞ്ഞപ്പോഴാണല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചോദ്യപേപ്പറിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ആദ്യം തരുന്നത്. അധികം ഓപ്ഷൻസ് തരുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും തന്നിട്ടുള്ളത് എന്താണോ നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം ഓരോ ഉത്തരങ്ങളായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാം. ഇനി നമുക്കിതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 2, കുറിപ്പ് തയ്യാറാക്കുക. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ അമ്മ മകനോടുള്ള വാത്സല്യവും കരുതലും പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത്. അമ്മയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്നുള്ള പാഠഭാഗം നമുക്കറിയാം അല്ലെ. അമ്മ വീട്ടുജോലിക്ക് പോയിട്ട് മകനെയും മുത്തശ്ശിയെയും നോക്കുന്നതും മുത്തശ്ശിയുടെ അടുത്തിരുന്ന് കഥ കേൾക്കുന്ന ആ കുട്ടിയെയും ഊഞ്ഞാല് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ കേൾക്കാതെ ഇരിക്കുന്ന അമ്മൂമ്മയെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിലെ അമ്മയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അമ്മയെ കുറിച്ചുള്ളൊരു കഥാപാത്ര നിരൂപണം എഴുതി നോക്കാം. ദാരിദ്ര്യത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്നേഹസമ്പന്നയായ അമ്മയാണ് കഥയിലെ പ്രധാന കഥാപാത്രം. കുടുംബത്തിന്റെ ഉപജീവനത്തിനായി പണിക്കു പോകേണ്ടി വന്നെങ്കിലും മകനോടുള്ള സ്നേഹവും വാത്സല്യവും കരുതലും അവളുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. കഠിനമായ തൊഴിലിനു ശേഷം ക്ഷീണിതയായി മടങ്ങിയെത്തുമ്പോഴും മകന്റെ വിശപ്പും ഉറക്കവും അവളുടെ മനസ്സിൽ ആദ്യം ഇടം പിടിക്കുന്നു. ഉറക്കം തൂങ്ങിക്കൊണ്ട് ഭക്ഷണത്തിന് മുന്നിലിരിക്കുന്ന മകനെ സ്വയം ചോറ് കുഴച്ച് വാരിക്കൊടുക്കുന്ന ദൃശ്യത്തിൽ അമ്മയുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. പണിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ഭക്ഷണ സഹായം പോലും സ്വന്തം വിശപ്പ് മറന്ന് മകനായി സൂക്ഷിച്ചു കൊണ്ടുവരുന്ന അമ്മയുടെ പ്രവൃത്തി അവളുടെ ത്യാഗ മനോഭാവത്തിന്റെ തെളിവാണ്. ദാരിദ്ര്യം അവളെ കഠിനമാക്കിയിട്ടില്ല, മറിച്ച് കൂടുതൽ സ്നേഹമുള്ളവളാക്കി മാറ്റിയിരിക്കുന്നു. മകന്റെ സന്തോഷം തന്നെയാണ് അവളുടെ സന്തോഷം. മകന്റെ സുരക്ഷയാണ് അവളുടെ ഏക ലക്ഷ്യം. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും മാതൃസ്നേഹത്തിന്റെയും പ്രതീകമായി ഈ അമ്മ കഥയിൽ ഉജ്ജ്വലമായി നിലകൊള്ളുന്നു. ഓക്കെ, അപ്പൊ അമ്മ എന്ന് പറയുന്നത് സ്നേഹനിധിയാണ്. മകന്റെ കാര്യത്തിൽ വളരെ കരുതലും മകന് എന്താണ് തനിക്ക് കിട്ടുന്ന ഭക്ഷണം പോലും മകന് കൊണ്ടുവന്ന് കൊടുക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ അടുത്ത ചോദ്യം നോക്കാം. ബി ആണ്. അവൻ വീണ്ടും തന്റെ അപേക്ഷ ആവർത്തിച്ചു. എന്തായിരുന്നു ഉണ്ണിക്കണ്ണന്റെ അപേക്ഷ? ബംഗ്ലാവിൽ വീണ്ടും പോകണം, കഥ കേൾക്കണം, ഊഞ്ഞാല് വേണം, പൂന്തോട്ടത്തിൽ കളിക്കണം. എന്തായിരുന്നു? ഊഞ്ഞാല് വേണം എന്നുള്ളതാണ് അല്ലെ. വീണ്ടും അവൻ പറഞ്ഞു എനിക്ക് ഊഞ്ഞാല് വേണമെന്ന്. അതാണ് അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത്. പ്രവർത്തനം 3 വിശകലന കുറിപ്പാണ്. അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവിന് ഭൂഷണം നിനക്കുണ്ണി. കുട്ടികളുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമാണെന്നാണ് അമ്മ കരുതുന്നത്. പരിക്കേറ്റ കുട്ടി എന്ന കവിതയിലെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ പരിക്കേറ്റ കുട്ടി എന്ന കവിതയിൽ പറയുന്നുണ്ട് അല്ലെ, എന്താണ്, നീ മുറിവറ്റു വന്നാലും അത് നിനക്ക് അലങ്കാരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവന് അമ്മയോട് എങ്ങനെ പറയുമെന്നൊക്കെ പേടിച്ചിട്ട് നിൽക്കുകയായിരുന്നു അല്ലെ. അപ്പൊ അമ്മ കണ്ടുപിടിച്ചതും അതൊക്കെയാണ് കവിതയിൽ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കവിതയിലെ ഒരു ആസ്വാദന കുറിപ്പ് അല്ലെങ്കിൽ ഒരു കുറിപ്പ് പോലെ എഴുതി നോക്കാം. മലയാളത്തിന്റെ മഹാകവിയും സ്നേഹഗായകനുമായ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് പരിക്കേറ്റ കുട്ടി. കുട്ടികൾക്ക് വേണ്ടിയുള്ള നിരവധി കവിതകൾ രചിച്ചിട്ടുള്ള കുമാരനാശാൻ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും അമ്മയുടെ സ്നേഹവും കരുതലും കുഞ്ഞു മനസ്സിൽ എത്രത്തോളം ആശ്വാസമായി മാറുന്നു എന്നും ഈ കവിതയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു. കുസൃതി നിറഞ്ഞ ജീവിതകാലമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. കുസൃതിയുടെയും കുറുമ്പിന്റെയും അനന്തരഫലമായി കുഞ്ഞു പരിക്കുകളുമായി കരഞ്ഞു വരുന്ന കുഞ്ഞിനെ ആശ്വാസവാക്കുമായി അമ്മ ഓടിയെത്തുന്ന കാഴ്ചയാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത്. മകനോട് കരയേണ്ട എന്ന് സ്നേഹത്തോടെ പറയുന്ന അമ്മ അവന്റെ മുറിവുകൾ ഓരോന്നും കണ്ടെത്തുന്നു. കൈവിരൽ മുറിഞ്ഞതും തൈമാവിൽ കയറി വീണ് കാൽമുട്ട് ചതഞ്ഞതും മുകളിൽ നിന്ന് പട്ടം മറിച്ചിട്ട് പട്ടം വീണ് നെറുക മുറിഞ്ഞതും കട്ടിലിൽ കയറി പൂങ്കവിൾ മുറിഞ്ഞതും എല്ലാം അമ്മ മനസ്സിലാക്കുന്നു. അമ്മ തല്ലുമെന്ന് കരുതി ഇതൊന്നും പറയാതിരുന്ന മകനെ അറിയാ പൈതൽ കളിയാടിയേറ്റ മുറിവ് ഉണ്ണിക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ ഓരോ ഉമ്മയും മുറിവിന്റെ വേദനയും അവന് സന്തോഷവും ആശ്വാസവും ആത്മവിശ്വാസവും നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കഥാഭാഗമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അഥവാ അറിയാത്ത പൈതല് ചെറിയ കുട്ടി ഇങ്ങനെ മുറിയായിട്ട് വന്നാൽ അത് നിനക്ക് നല്ലതാണ് ഉണ്ണി എന്നതാണ് പറയുന്നത്, അലങ്കാരമാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി ഇതിലെ അടുത്ത ചോദ്യം, കുമാരനാശാന്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് പരുക്കേറ്റ കുട്ടി എന്ന കവിത? കുട്ടിയും തള്ളയും, പുഷ്പവാടി, മിന്നാമിനുങ്ങി, വീണപ്പൂവ്. ഏതിൽ നിന്നാണ്? പുഷ്പവാടിയിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, പുഷ്പവാടി. ഇനി പ്രവർത്തനം 4 നോക്കുന്നത്. ആസ്വാദന കുറിപ്പാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. കടല്. കടലേ നിന്നുടെ കഞ്ഞിയിൽ ആരാൻ ഉപ്പ് കലക്കി പറയാമോ? ഉപ്പത് കൂടിയ കാരണമാണോ നീ എപ്പോഴും തുള്ളുന്നു? നിന്നെ കാണാൻ നിൽക്കുന്നേരം തിരകൾ വന്നു നനയ്ക്കുന്നു. നിന്നുടെ കയ്യിൽ മുത്തുണ്ടോ? മുത്തിലൊരെണ്ണം എനിക്കുണ്ടോ? നീതു ജെ ആണ് എഴുതിയിട്ടുള്ളത്. കടൽ എന്ന കവിത വായിച്ചല്ലോ. കവിതയുടെ ആശയം, ഇഷ്ടവരികള്, വാക്കുകളുടെ ഭംഗി, മറ്റു പ്രത്യേകതകൾ എന്നിവ ചേർത്ത് കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് എഴുതി നോക്കാം. ഇത് കടലിനെ ഒരു ജീവിച്ചിരിക്കുന്ന സുഹൃത്തായി കാണുന്ന കുട്ടിത്തമുള്ള കൗതുകവും കവിതാഭാവനയും നിറഞ്ഞ ഒരു സുന്ദരമായ കവിതയാണ്. കവിയൻ കടലോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെ പ്രകൃതിയോടുള്ള അടുപ്പവും അത്ഭുതബോധവും പ്രകടമാകുന്നു. കടലിന്റെ കഞ്ഞിയിൽ ഉപ്പ് കലർന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് വഴി കടലിന്റെ ഉപ്പുരുചിയും അതിന്റെ സ്വഭാവ സവിശേഷതയും ലളിതമായി അവതരിപ്പിക്കുന്നു. നീ എപ്പോഴും തുള്ളുന്നു എന്ന വരിയിലൂടെ തിരകളുടെ അനന്തരചലനം കടലിന്റെ ഉത്സാഹമായി കവിതയിൽ ജീവൻ പ്രാപിക്കുന്നു. കടലിനരികിൽ നിൽക്കുന്ന ഒരാളെ തിരകൾ വന്ന് നനയ്ക്കുന്ന കാഴ്ച വളരെ സ്വാഭാവികവും അനുഭവസമ്പന്നവുമാണ്. കവിതയുടെ അവസാന ഭാഗത്ത് കടലിന്റെ കയ്യിൽ മുത്തുണ്ടോ എന്ന് ചോദിക്കുന്നത് കുട്ടിയുടെ നിഷ്കളങ്കമായ ആഗ്രഹത്തെയും സ്വപ്നലോകത്തെയും സൂചിപ്പിക്കുന്നു. കടൽ ഒരു സമ്പത്ത് നിറഞ്ഞ സുഹൃത്തുമാണെന്നുള്ള ബോധമാണ് ഇവിടെ പ്രകടമാകുന്നത്. ലളിതമായ ഭാഷയും സ്നേഹഭാവമുള്ള ചോദ്യങ്ങളും ചേർന്ന് ഈ കവിത വായനക്കാരിൽ സന്തോഷവും കൗതുകവും നിറക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വരി കൂടെ എടുത്തെഴുതാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും നിങ്ങൾ എഴുതുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആസ്വാദന കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ ഈ രീതിയിൽ വേണം. അതിന്റെ ആശയം എന്താണ്, അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നുണ്ടോ, പ്രയോഗ ഭംഗികളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി 5ാമത്തെ പ്രവർത്തനം നോക്കാം. എത്രയൊക്കെ കഷ്ടതയുണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കൂടുതലുള്ളതും കുഞ്ഞുങ്ങളിലും. നന്മ പൂക്കൾ എന്ന കഥയിലെ ഈ വരികൾ ഓർക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത കുഞ്ഞുങ്ങളാണ് നിങ്ങളും. നിങ്ങൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവർത്തികളെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളാണ് എപ്പോഴും നന്മ നിറഞ്ഞ ആളുകൾ അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങളും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ അമ്മയെ സഹായിക്കുക, അച്ഛനെ സഹായിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതിനെ കുറിച്ച് എഴുതിയാലും കുഴപ്പമില്ല. ഒരു അനുഭവ കുറിപ്പാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ അത് കൂട്ടുകാരെ എഴുതി നോക്കുക.
ബി. മിനിക്ക് വേണ്ടി അവർക്കത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. എന്താണ് കൂട്ടുകാർ ചെയ്തത്? ഷൂ വൃത്തിയാക്കി, ചൂടുകുപ്പായങ്ങൾ വാങ്ങി, അച്ഛനമ്മമാരെ കണ്ടെത്തി, പരീക്ഷ എഴുതി കൊടുത്തു. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഏതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്? ചുടുകുപ്പായങ്ങൾ വാങ്ങി എന്നുള്ളതാണ് അല്ലെ. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടുള്ള ചുടുകുപ്പായങ്ങൾ കൂട്ടുകാരായ ഇവര് വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്രവർത്തനം 6 സ്നേഹ സന്ദേശം ആണ്. കനിവായ് നിലാവായ് എന്ന യൂണിറ്റിലെ എല്ലാ പാഠങ്ങളിലും സ്നേഹത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അച്ഛനമ്മമാരും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹപ്പതിപ്പിലേക്ക് ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾക്കല്ല എല്ലാ കൂട്ടുകാർക്കും. അപ്പം എന്തായാലും ഒരു സ്നേഹ സന്ദേശം നമുക്ക് എഴുതി നോക്കാം. അച്ഛനമ്മമാരുടെ നിസ്വാർത്ഥ സ്നേഹവും കൂട്ടുകാരുടെ ആത്മാർത്ഥ സൗഹൃദവും സഹോദരങ്ങളുടെ കരുതലും നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നു. സ്നേഹം പങ്കുവെക്കുമ്പോൾ സന്തോഷം ഇരട്ടിയാകും, വേദന പകുതിയാകും. ചെറിയ പുഞ്ചരിയും ഒരു നല്ല വാക്കും മറ്റൊരാളുടെ ദിനം തന്നെ മാറ്റിമറിക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാം, കരുതാം, സ്നേഹം നിറഞ്ഞ ലോകം ഒരുമിച്ച് പണിയാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞു സ്നേഹ സന്ദേശമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതിലെ ഉത്തരവും. അപ്പം എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും നമ്മൾ നോക്കി. അപ്പം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പരീക്ഷ എഴുതുക, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്